അസ്സലാമലൈക്കും ഗായ്സ്, എന്തെല്ലാം വിശേഷം? ഇന്ന് കെട്ടിയിറങ്ങി ഒന്ന് എറണാകുളം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, അവിടുത്തെ ഫുഡ് എന്തൊക്കെ ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ ഫസ്റ്റ് നോക്കുക. അങ്ങനെ നോക്കി കിട്ടിയതാണ് കാർത്യായനി. കുറേ കാലമായിട്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ചൊരു റെസ്റ്റോറൻ്റാണ് കാർത്യായനി. എൻ്റെ ഹസ്ബൻഡ് ഇത് മുമ്പ് പോയി ട്രൈ ചെയ്തിട്ടുണ്ടോ, നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. എന്നാലും ഞാൻ കുറേ ബാഡ് റിവ്യൂസ് കണ്ടിരിക്കും, ഭയങ്കര കോസ്റ്റ്ലി ആണ്, വേർത്ത് അല്ല എന്നൊക്കെ. എന്നാലും ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യണം, ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പൈസ ഒന്നും നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. ഒരു ഫിഷ് ലവർ ആണെങ്കിൽ ഇവിടെ മസ്റ്റ് വിസിറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ജംബോ പ്രോൺസും പിന്നെ കാളാഞ്ചി ഫ്രൈയും. എൻ്റെ പഠിച്ചോനെ, എങ്ങനെ ഒരു ജംബോ പ്രോൺസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളെ മീൽസ് നല്ല ആവി പറക്കുന്ന ചൂട് ചോറും നല്ല അച്ചാറും നല്ല പൂളക്കൂട്ട് ചമ്മന്തിയും ഉപ്പേരിയും ഒക്കെ ഒന്നൊന്നായിട്ട് നമ്മൾ പ്ലേറ്റിലെത്തി. പിന്നെ വന്നത് നല്ല മീൻ മുളകിട്ടതും മീൻ തേങ്ങരച്ച കറിയും പിന്നെ കൂട്ടാൻ സാമ്പാറും മോരും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണ്ടിട്ട് എൻ്റെ കൺട്രോൾ പോയി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ആ പ്രോൺസാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാ ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ ടു ബി ഫ്രാങ്ക്, ഇത്ര ടേസ്റ്റുള്ളൊരു പ്രോൺസ് ഫ്രൈ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇനി എപ്പോൾ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ടോ ഇതെൻ്റെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിരിക്കും. ഇതിൽ എന്ത് മസാല പോലും ഉപയോഗിച്ചതെന്ന് ഞാൻ അതിശയപ്പെട്ടു പോയി. അത്രക്ക് ടേസ്റ്റ് ഉണ്ട്. ഇത്ര കാലം തന്നിട്ടും എനിക്ക് ഈ ഒരു ടേസ്റ്റിൽ ഇതുവരെ എനിക്ക് ഈ സാധനം കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് അതിൻ്റെ കാളാഞ്ചി ഫ്രൈയും കൂടി ട്രൈ ചെയ്യാം. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഇടാട്ടോ. അത് കഴിച്ചപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, ഒന്നിനൊന്നും മെച്ചാണ് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ. അങ്ങനെ നമുക്ക് ചോറ് കഴിക്കാം. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചോറ് തിന്നാൻ പോയിട്ട് പിന്നെയും ചോറ് വാങ്ങി തിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് ഞാൻ പിന്നെയും ചോറ് വാങ്ങി കഴിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ് അതിൻ്റെ മീൽസിൻ്റെ കൂടെയുള്ള ഓരോ ഐറ്റംസും. അവിടുത്തെ ഫിഷ് ഫ്രൈ ഒക്കെ ഒന്നിനൊന്നും വെച്ച് സൂപ്പർ അമേസിങ്. ഒരു പൈസ കുറച്ച് കൂടുതലാണ്, എന്നാലും വേർത്താണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ ഇതൊന്ന് മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ. എൻ്റെ പ്ലേറ്റ് ഇതുവരെ ഇത്ര കാലിയായിട്ട് ആരും കണ്ടിട്ടുണ്ടായില്ല. അതാണ് ഞാൻ ഡാൻസിന് ചോദിച്ചത്. ഇതുവരെ എൻ്റെ പ്ലേറ്റ് ഇങ്ങനെ കണ്ടു. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ അത്രയും വടിച്ച് തിന്നു. നമ്മളൊരു പായസത്തിന് വേണ്ടി ചോദിച്ചു, പായസം അവിടെ ഇല്ല. അപ്പോൾ അപ്പുറത്തെ ടേബിളിൽ ആൾ സർബത്ത് ഓർഡർ ചെയ്ത് കണ്ടു. അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്തു. ഐ എം നോട്ട് എ സർബത്ത് ഫാൻ, അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും തണുത്തൊരു മധുരം കുടിക്കുന്നുണ്ട്, ഒരു സമാധാനം, ഒരു സന്തോഷം, അത്ര തന്നെ. നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. ബില്ലൊക്കെ കൊടുക്കാം. ബില്ല് കുറച്ച് കൂടുതലാണ്, എന്നാലും വേർത്താണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ.